ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന നല്ലൊരു അടിപൊളി ഭാഗമായിട്ട് ഇനി വരാൻ പോണത് വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്രസേനൻ രൂപ എടുത്ത് ചോദിക്കുന്നുണ്ട്, എടോ താൻ എന്തിനാണോ ഈ രാത്രി തന്നെ പിള്ളേരെടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞത്? തനിക്കറിയാലോ ഈ രാത്രി താൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇവിടെ വരുമെന്ന് നമ്മുടെ ശത്രുക്കൾക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ റോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പമ്മി പാത്തിരിക്കുന്നുണ്ടാവും. തനിക്ക് അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടായിരുന്നോ എന്ന് ചന്ദ്രസേനൻ രൂപയെടുത്ത് ചോദിക്കുകയാണ്. രൂപ പറയുന്നുണ്ട്, അയ്യോ ചന്ദ്രേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അങ്ങനെയൊക്കെ ആലോചിക്കണം രൂപേ. നോക്ക്, നമ്മളെ കാരണം നമ്മുടെ പിള്ളേർക്ക് ഒരു ആപത്ത് വരാൻ പാടില്ല. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തിനു സംഭവിച്ചാൽ നമുക്കത് സഹിക്കോടോ? ഇല്ല ചന്ദ്രേട്ടാ, ഒരിക്കലും സഹിക്കില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് കിരണിനെയും കരുണിനെയും വിടണ്ട, അവരിവിടെ നിന്നോട്ടെ എന്ന് പറയാണ്. എന്ന് അവരോട് പറ, ഇവിടെ നിൽക്കാൻ വേണ്ടി പറ എന്ന് പറയണം. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആ സമയം കിരണും കല്യാണിയാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ നോക്കാൻ വേണ്ടി വേഗം തന്നെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ട് CCTV ദൃശ്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കണക്ട് ചെയ്യാട്ടോ. ആ സമയത്താണ് അവർ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഗംഗപ്രസാദ് അവിടെ വരുന്ന സമയത്തിന് മുമ്പ് തന്നെ CCTV കണക്ഷനൊക്കെ എപ്പോഴേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് CCTV ഒരു ഭാഗങ്ങൾ പോലും കാണുന്നില്ല. അങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും തന്നെ അതിലില്ല കേട്ടോ. കല്യാണി അടുത്ത് പറയണ്ടിരിക്കുന്നു, കണ്ടു കല്യാണി, അവന് കാണിച്ച പരിപാടി കണ്ടില്ലേ? അവൻ നേരിൽ തന്നെ ഇത് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ CCTV എല്ലാ കണക്ഷനും കട്ട് ചെയ്തു. അവൻ CCTV നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവൻ. അതുകൊണ്ട് അവൻ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം മിസ്സായി പോയി കല്യാണി എന്ന് പറയുന്നുണ്ട്. അതെ, എന്തായാലും നമുക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ കിരണേട്ടാ, എനിക്ക് ഇപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മളിപ്പോ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബീച്ചിൽ വെച്ചിട്ട് വിക്രത്തിന്റെ കൂടെ ആ ജെറി ജോണിനെ കണ്ടിരുന്നല്ലോ. അവർ തമ്മിൽ എന്തോ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ വിക്രവും അതുപോലെ തന്നെ അവന്റെ അച്ഛനും അതുപോലെ തന്നെ ആ രാഹുൽ എന്ന് പറഞ്ഞ ദുഷ്ടൻ കിടപ്പിലാണെങ്കിലും അയാളൊക്കെ തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ, നല്ല കരുത്തനായിട്ടുള്ള ഒരാളാണ് അടിച്ചെന്ന് കിരണേട്ടനും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ജെറി ജോൺ നല്ല കരുത്താണെന്ന്. ഇനി ജെറി ജോൺ എങ്ങാനും ആണോ എന്ന് ചോദിക്കുകയാണ്. കല്യാണി, നീ പറഞ്ഞപ്പോ എനിക്കും ആ കാര്യത്തിൽ വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ജെറി ജോൺ വീട്ടിലേക്ക് വരുമ്പോഴേക്കും അയാളുടെ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മുടെ കല്യാണി അടുത്ത് കിരൺ പറയുന്നുണ്ട്, കല്യാണി, ഇനി ആ ജെറി ജോൺ വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ഫോട്ടോ അയാൾ കാണാതെ എങ്ങനെയെങ്കിലൊക്കെ എടുക്കണം. ശേഷം നമുക്ക് അത് തന്നെയാണോ നമ്മൾ സംശയിക്കുന്ന ഗംഗപ്രസാദ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. അതേ കിരണേട്ടാ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം എന്ന് കല്യാണി പറയാണ്. ശേഷം നമ്മുടെ രൂപ പറയേണ്ട, മക്കളെ നിങ്ങൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകണ്ട. അതെന്താ അമ്മേ? അത് ഇന്ന് പോയാൽ ശരിയാവില്ല. ചിലപ്പോ ദുഷ്ടന്മാരാരെങ്കിലും കാത്തിരിക്കുന്നതിനാവും പുറത്ത്. അതുകൊണ്ട് ഇന്ന് പോവണ്ട. അത് ശരിയാ കിരണേട്ടനെ കണ്ട ഭയങ്കര പ്രശ്നം ആരെങ്കിലും കണ്ടുകഴിഞ്ഞാ. അതുകൊണ്ട് കിരണേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്, നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാം. ഞാൻ അമ്മേനെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞിട്ട് ദീപനെ കല്യാണി വിളിച്ചു പറയേണ്ട, അമ്മേ ഞങ്ങൾ നാളെ രാവിലെ വരുന്നുള്ളൂ എന്ന് വിളിച്ചു പറയാട്ടോ. ശേഷം അതിങ്ങനെ രൂപ പറയുന്നുണ്ട്, എന്തായാലും ഇതിന് പിന്നിൽ ആ രാഹുൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അയാൾ കിടന്ന കിടപ്പിലാണെങ്കിലും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വിക്രമും അയാളുടെ അച്ഛനും ഒക്കെ ഇല്ലേ, എന്തായാലും അപ്പൊ അവരുടെ കൂടെ വേറൊരു ഗുണ്ടയും കൂടി ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? തീർച്ചയായിട്ടും അവരുടെ പ്ലാൻ തന്നെയായിരിക്കും ഇത്. മോളെ കല്യാണി, നമുക്ക് നാളെ അവിടെയും വരെ ഒന്ന് പോകണം. രാഹുലിനെ ഒന്ന് കാണണം. കിടന്ന കിടപ്പിലാണെങ്കിലും അയാൾ എനിക്കൊരു സമാധാനം തരില്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കുമെന്ന് അയാൾ പറയണം എനിക്ക് എന്നൊക്കെ രൂപ പറയണം. രാവിലെ തന്നെ കല്യാണിയും അതുപോലെ തന്നെ രൂപയും കൂടി ഷാരിയുടെയും സയുവിന്റെയും വീട്ടിലേക്ക് പോകട്ടോ. ബെല്ലടിക്കുമ്പോ ഷാരിയാണ് വാതിൽ വെക്കണം. ആ രൂപയെ, എത്ര നാളെ നീ ഇവിടേക്ക് വന്നിട്ട് വാന്ന് പറയാണ്. നിങ്ങളുടെ സൽക്കാര ഇത് കാണാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത്. നിങ്ങളുടെ ഭർത്താവില്ലേ ഇവിടെ? ആ രൂപക്കറിയാലോ, കിടന്ന കിടപ്പ് കിടക്കുവാണ്. ആരാ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചന്ദ്രേട്ടനാണെന്നായിരിക്കും നിങ്ങക്ക് സംശയമല്ലേ? അങ്ങനെ തന്നെ വിചാരിച്ചു, എന്റെ ചന്ദ്രേട്ടൻ തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്റെ ചന്ദ്രേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടല്ലോ, നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല. എവിടെയാണ് കിടക്കണത്? മോളിലുണ്ട് രൂപ എന്ന് പറയാണ്. മാറി നിൽക്ക അവിടെ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവരെ പിടിച്ച് തള്ളുവാണ്. ശേഷം കല്യാണി രൂപയെ കൂടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ രാഹുൽ കിടന്ന കിടപ്പ് കിടക്കുവാണ്. ഓ, നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. എന്താ, ഞാൻ വരണ്ടേ? താൻ ചത്താ വരാന്നാണ് വിചാരിച്ചത്, പക്ഷെ താൻ ചത്തില്ല. എടോ, താൻ ഈ കിടന്ന കിടപ്പാണെങ്കിലും താൻ തന്റെ ദുഷ്പ്രവൃത്തിയൊന്നും വിടുന്ന കേസില്ലല്ലേ? ഞാൻ എന്ത് ചെയ്യുന്ന രൂപ പറഞ്ഞത്? ഞാൻ കിടന്ന കിടപ്പിൽ എന്ത് ചെയ്യാനാ? ഓഹോ, അപ്പൊ ഇന്നലെ ചന്ദ്രേട്ടനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടത് താനല്ലെന്നാണോ താൻ പറയണത്? ചന്ദ്രസേനനെ കൊല്ലാൻ ആളെ വിട്ടെന്നോ? ഞാനോ? എന്റെ രൂപേ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാൻ മാന്യം മര്യാദയ്ക്ക് ഇപ്പൊ ഇവിടെ കിടക്കണത്. ഒരു കാര്യത്തിനും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ എന്ന് പറയാണ്. എടോ, താൻ ഇങ്ങനെ കിടന്ന കിടപ്പ് കിടന്നാലും താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേട്ടല്ലോ, തനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു വാണിംഗ് തരാൻ വേണ്ടി വന്നതാണ്. ഇനി എന്റെ ചന്ദ്രേട്ടന്റെ മേളിലോ എന്റെ പിള്ളയുടെ മേളിലോ തന്റെ നിഴലെങ്ങനെ വീണെന്ന് അറിഞ്ഞാലല്ലോ പിന്നെ താൻ പുറം ലോകം കാണില്ലടോ എന്ന് രൂപ പറഞ്ഞിട്ട് രൂപ അവിടെ നിന്ന് പോവാണ്. കല്യാണി അതിനുശേഷം രാഹുലിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്തായാലും നീ എന്നെ നോക്കണത് എന്ന് പറയുമ്പോ കല്യാണി രാഹുലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ പിടിക്കുമായിട്ട് പറയേണ്ടത്, നോക്ക്, അമ്മ പറഞ്ഞ പോലെയല്ല, ഞാൻ പറഞ്ഞ ചെയ്തിരിക്കും. എന്റെ കിരണേട്ടനാ കിടത്താൻ നോക്കിയത് നിങ്ങളൊക്കെ കൂടി തന്നെയല്ലേ? അതിനുള്ള പണി ഞാൻ
ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടുന്ന് പോവാട്ടോ. ചന്ദ്രസേൻ മറ്റേ രാഹുലാണെങ്കിൽ ഹോ കിടപ്പ് കിടന്നാലും ഇതുങ്ങളൊന്നും ഒരു സമാധാനം തരില്ലല്ലോ. ഇനി ആ ഗംഗപ്രസാദ് ആയിരിക്കും പണി കൊടുത്തത്. നന്നായി പണി കൊടുത്തെങ്കിൽ ആ ചന്ദ്രസേനെ നല്ലൊരു പണി തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റട്ടെ, എങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ കല്യാണിയും കിരണും രാവിലെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവര് വീട്ടിലേക്ക് എത്തി കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ഗംഗപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചെറിയ ജോണായിട്ടാണ് വരുന്നത്. അങ്ങനെ ഹായ് കല്യാണി, എങ്ങനെയുണ്ട് കിരണിന്റെ എന്ന് ചോദിക്കുകയാണ്. ആ കുഴപ്പമൊന്നുമില്ല ജെറിച്ചേട്ടാ, ജെറിച്ചേട്ടൻ അകത്തേക്ക് വാ എന്ന് പറയാണ്. ശേഷം ചെറിയ അകത്തേക്ക് കയറുന്നുണ്ട്. കല്യാണി പറയുന്നുണ്ട് ജെറിച്ചേട്ടൻ ഇരിക്കും, ഞാനൊരു ചായ എടുക്കാം. ഓ ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി അകത്ത് കയറി പോകുമ്പോഴേക്കും ജെറിയുടെ വിചാരം നമ്മുടെ കിരണിന് ഓർമ്മശക്തി ഇല്ല, കിടന്ന കിടപ്പ് തന്നെയാണെന്നൊക്കെയാണല്ലോ. ജെറി ഒരുമാതിരി നോട്ടം കിരണിനെ നോക്കാട്ടോ. ആ നോട്ടം ശരിക്കും കിരൺ നോട്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ ഇവൻ തന്നെയാ ശത്രു എന്ന് കിരൺ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. കിരണൻ നോക്കി പുഞ്ചിരിക്കാട്ടോ. അതും ഒരു ആക്കിയ ചിരിച്ചിരിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദ്. അത് കാണുമ്പോ കിരണ മനസ്സിലായി, ഓ അപ്പൊ ഇവൻ തന്നെയാണ് ഗംഗപ്രസാദ്. എന്തായാലും ഇവന്റെ ഒരു ഫോട്ടോ എടുത്തേ പറ്റൂ. കല്യാണിയിൽ നിന്ന് എന്തായാലും എടുക്കുമായിരിക്കും. എടുത്തതിന് ശേഷം കാർത്തികക്ക് കാണിച്ചു കൊടുക്കണം, കാര്യങ്ങളൊക്കെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് കിരൺ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം കല്യാണി ചായ ഇട്ടിട്ട് നമ്മുടെ ഗംഗപ്രസാദിനെ കൊടുക്കുന്നുണ്ട്. ജെറിച്ചേട്ട ഇന്ന് ചായ കുടിക്കുക എന്ന് പറയാണ്. അങ്ങനെ ജെറി ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എന്നാ ശരി കല്യാണി, ഞാൻ പോയിക്കോട്ടെ, ഞാൻ കിരണിനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ശരി ആയിക്കോട്ടെ. അല്ല ജെറിച്ചേട്ടാ, ജെറിച്ചേട്ടന്റെ വീട് എവിടെയാ എന്ന് ചോദിക്കുമ്പോ, ഓ എന്റെ വീട് ഞാൻ പറയില്ല കല്യാണി, ഇവിടെയൊന്നുമല്ല, കുറച്ച് ദൂരെയാ, ബാംഗ്ലൂരാണ് നിൽക്കണതൊക്കെ. ഓ ആയിക്കോട്ടെ എന്ന് പറയാണ്. ശേഷം നമ്മുടെ ജെറി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ കല്യാണി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ പിടിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജെറി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണി ഫോണും കൊണ്ട് നിൽക്കുന്നത് ജെറി കാണുക കേട്ടോ. ജെറിക്ക് കാര്യം മനസ്സിലായി, കല്യാണിക്ക് എന്തോ സംശയമുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണെന്ന്. കല്യാണിന്റെ ജെറി ഇങ്ങനെ ചോദിക്കണ്ടേ, എന്താ കല്യാണി എന്റെ ഫോട്ടോ എടുക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ നോക്കുവായിരുന്നു എന്ന് പറയാണ്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജെറി അവിടെ നിന്ന് പോകുന്നുണ്ട്. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, കല്യാണിക്ക് സംശയമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ജെറി അവിടെ നിന്ന് പോവാണ്. ശേഷം ജെറിയുടെ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കല്യാണിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കല്യാണി അപ്പൊ തന്നെ ആ ഫോട്ടോ കാർത്തികക്ക് അയച്ചു കൊടുക്കുകയാണ്. കാർത്തിക ആ ഫോട്ടോ കാണുമ്പോ ഞെട്ടിപ്പോകുവാണ്. കാർത്തിക അപ്പൊ തന്നെ വിളിക്കുന്നുണ്ട് കല്യാണിയെ. എന്നിട്ട് പറയുന്നുണ്ട്, കല്യാണി ഇവനാ ഗംഗപ്രസാദ് എന്റെ ഏട്ടൻ എന്ന് പറയാണ്. ഇവനാണോ? ഉറപ്പാണ് ചേച്ചിക്ക്, പിന്നെ എനിക്ക് എന്റെ ഏട്ടനെ കണ്ട അറിയില്ലേ, ഇവൻ തന്നെ ഗംഗപ്രസാദ്. അപ്പോ ചേച്ചി, അപ്പോ അയാൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താ മോള് സംഭവം? നിനക്ക് എവിടെ ഈ ഫോട്ടോ കിട്ടിയത്? ചേച്ചിക്കറിയോ, ഇവൻ ഇവിടെ വരാറുണ്ട്, മിക്കപ്പോഴും വരാറുണ്ട്. ഇവന്റെ ഇവിടുത്തെ പേര് നിന്നറിയോ? ജെറി ജോൺ. ഓ കിരണിനെ രക്ഷിച്ച ജെറി ജോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അത് ഇവനാണോ? അതെ, അപ്പൊ പേര് മാറിയാണ് അവനോട് വന്നിരിക്കണേ അല്ലേ? എങ്കിൽ കല്യാണി നീ ഉറപ്പിച്ചോ, കിരണിന് അപകടം സംഭവിച്ചതിന് ഇവൻ തന്നെയാണ്. ഇവൻ തന്നെ അപകടപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇവൻ തന്നെ കിരണിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് നിങ്ങളുടെ വിശ്വാസം നേടുകയും ചെയ്തു. അതന്നെ അവന്റെ ഉദ്ദേശം. ഓ അപ്പൊ ആള് കൊള്ളാലോ, ഒരു ചെറിയ സൂചന പോലും തന്നില്ല, ഭയങ്കര പഠിച്ച കള്ളം തന്നെ എന്ന് പറയാണ്. അതല്ലേ കിരണി ഞാൻ പറഞ്ഞത്, ഇവനെ സൂക്ഷിക്കണമെന്ന് എന്ന് പറയാണ്. അങ്ങനെ കിരണിനും കല്യാണിക്കൊക്കെ മനസ്സിലാവാണ് ജെറി ജോൺ തന്നെയാണ് ഗംഗപ്രസാദ് എന്നുള്ള സത്യം. അത് മാത്രമല്ല, നമ്മുടെ മനോഹർ ഉണ്ടല്ലോ, മനോഹർ ആണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാം ഗംഗപ്രസാദ് ആരാണ് എന്താണെന്ന്. മനോഹരം കൂടി കിരണിനോട് സത്യങ്ങൾ പറഞ്ഞ ഭാഗം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.